നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ ശരിക്കും എത്ര മോശമാണോ? ശമ്പളം, പെൻഷൻ, ക്ഷേമ പദ്ധതികൾ എല്ലാം ബാധിക്കപ്പെടുമോ? ഒരു കുടുംബത്തെ പോലെ തന്നെയാണ് ഒരു സംസ്ഥാനവും. വരുമാനം കുറവും ചെലവ് കൂടുതലായാൽ കടമെടുക്കേണ്ടി വരുന്നതായിരിക്കും. കേരളത്തിന്റെ കാര്യത്തിൽ നികുതിയും വരുമാനവും കേന്ദ്ര സഹായവും ചേർന്ന് ചെലവുകൾക്ക് പോരാത്ത അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഓരോ മാസവും 2000 കോടി രൂപ അധികമായി ചെലവാകുന്നത്. ഇത് കണ്ടെത്തുന്നത് കടമെടുപ്പിലൂടെയാണ്. പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. അതായത് നിങ്ങൾക്ക് ഇത്രയേ കടമെടുക്കാൻ പറ്റൂ എന്ന് കേന്ദ്രം പറഞ്ഞു. ഇതോടെ സംസ്ഥാനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയാതെ വന്നു. അവസാന പാദത്തിലെ ബിൽ ബോംബ് ജനുവരി മാർച്ച് കാലയളവ് സർക്കാരിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ്. എന്തുകൊണ്ടാണ്? കരാറുകാർക്ക് ബിൽ നൽകണം, റോഡ്, കെട്ടിടം, മറ്റ് പദ്ധതികൾ എല്ലാത്തിന്റെയും പേയ്മെന്റ് ഈ സമയത്താണ് വരിക. 20,000 കോടി രൂപ, അതോടൊപ്പം ശമ്പളവും പെൻഷനും 15,000 കോടി രൂപ വേറെ നൽകണം. ഇത്രയും പണം ഒരുമിച്ച് കണ്ടെത്തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളിയാണ്. ഇതിന്റെ ബാധ്യത ആർക്കാണ്? ഇത് സർക്കാർ ജീവനക്കാരുടെ പ്രശ്നം മാത്രമല്ല. ശമ്പളം വൈകിയാൽ മാർക്കറ്റിൽ പണം കുറയും. കരാറുകാർക്ക് പണം കിട്ടിയില്ലെങ്കിൽ നിർമ്മാണ മേഖല സ്തംഭിക്കും. ക്ഷേമ പെൻഷൻ വൈകിയാൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ബുദ്ധിമുട്ടും. അവസാനം സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. പ്രതിസന്ധിയുടെ പ്രധാന കാരണങ്ങൾ: ചെലവ് വരുമാനത്തെ മറികടന്നു. 39,000 കോടിയിലധികമാണ് ചെലവ് വന്നത്. നികുതി വരുമാനം കുറഞ്ഞു. GST, ഭൂനികുതി രണ്ടും ഇടിഞ്ഞു. കേന്ദ്ര ഗ്രാന്റിന് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. 13,074 കോടിയിൽ കിട്ടിയത് 2,109 കോടി മാത്രമാണ്. കടമെടുപ്പ് നിയന്ത്രണം വന്നു. 12,515 കോടിയിൽ നിന്ന് 5,672 കോടിയായി നിയന്ത്രിച്ചു. വരാനിരിക്കുന്ന അധിക ചെലവ്, ശമ്പള പരിഷ്കരണം, പുതിയ ബഡ്ജറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം ബുദ്ധിമുട്ടിലാവും. ഇനി സർക്കാരിന് മുന്നിലുള്ള വഴികൾ: ചെലവ് കുറയ്ക്കുക, പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക, കേന്ദ്രവുമായി ചർച്ച ശക്തമാക്കുക. ഇതെല്ലാം എത്ര വേഗം നടക്കും അതാണ് നിർണായകം. കേരളം ഇന്ന് നേരിടുന്നത് ഒരു താൽക്കാലിക പ്രശ്നമോ അല്ലെങ്കിൽ ദീർഘകാല മുന്നറിയിപ്പോ? ഇത് രാഷ്ട്രീയ ചർച്ചയ്ക്കപ്പുറം നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു സാമ്പത്തിക യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.